ഹലോ. കോപ്പൻഹേഗനിലെ എക്സ്പ്ലോറിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വാഴ്സോയിലെ സെൻട്രാസിലെ മാളിലോട്ടാണ്. ഈ മാളിൽ സെഫോറയിലേക്കാണ് നേരെ പോയത്. അതായത് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ തന്നെ മെയിൻ ഉദ്ദേശം സെഫോറയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യണം, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യം തന്നെ നേരെ പോയത് റയർ ബ്യൂട്ടിയുടെ സെക്ഷനിലേക്കാണ്. റയർ ബ്യൂട്ടിയുടെ സെക്ഷനിൽ ബ്ലഷ് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. കുറേ ബ്ലഷ് ട്രൈ ചെയ്തു. എൻ്റെ സ്കിന്നിന് മാച്ചായി തോന്നിയത് വെർത്തും അതുപോലെ തന്നെ ട്രൂത്താണ്. പിന്നെ ഫെൻഡി ബ്യൂട്ടിയുടെ ഐറ്റംസ് ട്രൈ ചെയ്തു. ഫെൻഡി ബ്യൂട്ടിയിൽ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട്, അത് അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഹ്യുദ ബ്യൂട്ടി ട്രൈ ചെയ്തു. ഹ്യുദയുടെ ട്രൈ ചെയ്തത് ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ബ്ലഷുമാണ്. ബ്ലഷൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ. കുറച്ച് പ്രൈസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ റയറിൻ്റെ ഇട്ട് നോക്കുന്നതാണ്. ഇത് ഹ്യുദയുടെ ലിപ് ഷെയ്ഡാണ്. എനിക്ക് ഷെയ്ഡ് ഏതാണെന്ന് ഓർമ്മയില്ല. ഞാൻ ഇതിൻ്റെ കൂടെ റയർ ബ്യൂട്ടിയുടെ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അതും എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, മിനിയാണ് വാങ്ങിച്ചത്. പിന്നെ നാഴ്സിൻ്റെ സെക്ഷനൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫുൾ ടൈം റയറിൻ്റെ പിന്നാലെയായിരുന്നു. ഇതായിരുന്നു ഫെൻഡി ബ്യൂട്ടിയുടെ ആ ലിപ് ഗ്ലോസ്. പിന്നെ സെഫോറയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കുറേ ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് കുറേ നേരം നിന്ന് വയ്യാണ്ടായി. പിന്നെ ഞാൻ സെഫോറയുടെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. ഇത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അതിന് ശേഷം വിക്ടോറിയ സീക്രട്ടിൽ കയറി. അവിടെയൊന്നും കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, അത്രയ്ക്കും വയ്യാണ്ടായി. പിന്നെ ജസ്റ്റ് മാളൊക്കെ ഒന്ന് വെറുതെ നടന്ന് ചുറ്റി കണ്ട് റൂമിലെത്തി KFC ഓർഡർ ചെയ്ത്. വയ്യാണ്ടായി, KFC ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ച്. അത്രയേ ഉള്ളൂ.